പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രാനൈറ്റ്സ് വണ്ടർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ മികച്ച ഗ്രാനൈറ്റുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ് ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ പ്രദേശത്തുമുള്ള മികച്ച ഗ്രാനൈറ്റുകൾ, കംപ്ലൈൻറ്റ് വരാത്ത ഗുണമേന്മയുള്ള ഗ്രാനൈറ്റുകൾ പരിചയപ്പെടുത്തി തരികയും അതുവഴി കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ ഏറ്റവും മികച്ച ഗ്രാനൈറ്റ് തിരഞ്ഞെടുക്കുന്നതിന് കേരളത്തിലെ ഡീലർമാർക്കും ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്ന കേരളത്തിലെ കസ്റ്റമർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നത്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഗ്രാനൈറ്റ് എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നത്, ഗ്രാനൈറ്റിലെ ലെപ്പോത്ര ഫിനിഷുകൾ ഏതെല്ലാം രീതിയിൽ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും മികച്ച ഒരു ഫാക്ടറിയിലാണ് ഞാനുള്ളത്. ഈ ഫാക്ടറിയിൽ നമ്മൾ കോറിയിൽ നിന്ന് വരുന്ന ബ്ലോക്ക് ആദ്യത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വയർ സോ ഉപയോഗിച്ചിട്ട് ചെറിയ പീസുകളാക്കുക എന്നുള്ളതാണ്. ഈ കാണുന്ന നേർത്ത ഒരു റോപ്പ് കാണുന്നില്ല, ഇതാണ് ഡയമണ്ട് റോപ്പ്. ഈ റോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ വലിയ ബ്ലോക്കുകൾ നമ്മൾ 2ഉം 3ഉം ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെറിയ പീസുകളാക്കി മുറിച്ചാൽ മാത്രമേ നമുക്ക് ഈ മെഷീൻ്റെ ഉള്ളിൽ കടത്തി കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം കോറിയിൽ നിന്ന് വരുന്ന വളരെ വലിയ ബ്ലോക്കുകൾ, നമ്മളതിനെ ഗാങ്സോ ബ്ലോക്കുകൾ എന്നാണ് പറയുന്നത്. ഈ ഗാങ്സോ ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 5000-6000 സ്ക്വയർ ഫീറ്റാണ് ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിക്കവറി. ആ ബ്ലോക്കുകൾ ചെറിയ പീസുകളാക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ വയർ സോ ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ വയർ സോ മെഷീൻ്റെ സമീപത്താണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ബ്ലോക്ക് ഏകദേശം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബ്ലോക്കാണ്. വളരെ ഫാസ്റ്റായിട്ട് ഈ വയർ സോ ഉപയോഗിച്ചിട്ട് എത്ര വലിയ ബ്ലോക്കുകൾ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇത് ഡ്രസ്സിങ് മെഷീനാണ്. ഇതൊരു 2.3 മീറ്ററിൻ്റെ സിംഗിൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സിങ് മെഷീനാണ്. നമ്മൾ വയർ സോ ഉപയോഗിച്ച് ചെറുതാക്കി എടുക്കുന്ന ബ്ലോക്കുകൾ ഇതുപോലത്തെ സിംഗിൾ ബ്ലേഡ് കട്ടർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലേഡിൻ്റെ അറ്റത്ത് കാണുന്നത് ഇത് ഡയമണ്ടാണ്. ഈ ഡയമണ്ട് ഉപയോഗിച്ചിട്ടാണ് കല്ലുകൾ കട്ട് ചെയ്യുന്നത്. ഇത് ഒരു 4000-5000 റണ്ണിങ് ഫീറ്റ് കട്ട് ചെയ്യുമ്പോഴത്തേന് ഈ ഡയമണ്ട് തീരുന്നു. വീണ്ടും നമ്മൾ പുതിയ ഡയമണ്ട് ബ്രേസ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ആ ഡയമണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കല്ല് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്ലോക്ക് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഈ ഒരു വശവും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്കിൻ്റെ 4 വശവും നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കും. അങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ സ്ലാബിൻ്റെ കട്ടിങ് പ്രോസസ്സിങ്ങിലേക്ക് കിടക്കുന്നത്. ഇപ്പോൾ വയർ സോ ഉപയോഗിച്ച് ചെറുതാക്കുന്നു, ഡ്രസ്സിങ് മെഷീനിൽ വെച്ച് ഡ്രസ്സ് ചെയ്തെടുക്കുന്നു. ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ മെഷീനിലേക്ക് കിടക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൾട്ടി കട്ടർ മെഷീൻ. ഇത് ഭഗവതി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ മെഷീനാണ്. ഈ മെഷീനിൽ നമുക്ക് 10 ബ്ലേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2.3 മീറ്റർ ഡൈ മുതൽ 0.75 മീറ്റർ ഡൈ വരെയുള്ള 10 ബ്ലേഡുകളാണ് ഈ മൾട്ടി കട്ടർ മെഷീനുള്ളത്. ഈ മൾട്ടി കട്ടർ പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് 75 HP ഒരു മോട്ടറാണ്. 75 HP മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ മൾട്ടി കട്ടർ മെഷീൻ പ്രവർത്തിക്കുന്നത്. മൾട്ടി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടുള്ളത് സ്ലാബുകൾക്ക് തിക്നെസ് വേരിയേഷൻ ഉണ്ടാവുന്നില്ല. 2 വളരെ ഫാസ്റ്റായിട്ട് കട്ടിങ് നടക്കുന്നു. ഒരു സിംഗിൾ ബ്ലേഡ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ 3/1 സമയം കൊണ്ട് നമുക്കൊരു മൾട്ടി കട്ടർ ഉപയോഗിച്ചിട്ട് സ്ലാബുകൾ കട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാക്ടറിയിൽ സിംഗിൾ ബ്ലേഡ് ഉപയോഗിച്ച് നടക്കുന്ന പ്രൊഡക്ഷൻ്റെ 3 ഇരട്ടി പ്രൊഡക്ഷൻ മൾട്ടി കട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുവാൻ സാധിക്കുന്നു. ഈ ഫാക്ടറിയിൽ ഇപ്പം പ്രധാനമായും 3 മൾട്ടി കട്ടർ മെഷീനുകളാണുള്ളത്. ഈ 3 മൾട്ടി കട്ടർ മെഷീൻ ഉപയോഗിച്ചിട്ട് ഏകദേശം 3 ലക്ഷം സ്ക്വയർ ഫീറ്റോളം പ്രൊഡക്ഷൻ ഒരു മാസം ഇവർക്ക് സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇതൊരു സിംഗിൾ കട്ടർ മെഷീൻ ആണെങ്കിൽ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് പോലും ഇവർക്ക് പ്രൊഡക്ഷൻ ലഭ്യമാവുന്നില്ല. അപ്പോൾ മൾട്ടി കട്ടർ മെഷീനും ലൈനർ പോളിഷ് മെഷീനും വന്നതോടുകൂടി പ്രൊഡക്ഷൻ വളരെ ഫാസ്റ്റാവും. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുകയും തന്മൂലം സ്ലാബുകൾ കുറച്ചുകൂടെ വില കുറച്ച് വിൽക്കുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു മൾട്ടി കട്ടർ മെഷീനിൽ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്ലാബുകളുടെ പിക്ചറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഈ സ്ലാബിൻ്റെ തിക്നെസ് കണ്ടോ, വളരെ യൂണിഫോം ആയിട്ടുള്ള തിക്നെസ് നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേന് ലഭിക്കുന്നു. അതാണ് ഈ മെഷീൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന തിക്നെസ് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് മൾട്ടി കട്ടർ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്യുവർ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ മെഷീനിൽ കട്ടിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത്.
വേറെ കെമിക്കലുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. മൂന്ന് കട്ടിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്. സാധാരണഗതിയിൽ 2 മൾട്ടി കട്ടറുകളാണ് ഒരു ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ 3 മൾട്ടി കട്ടറുകൾ ഉള്ളതുകൊണ്ട് വളരെ നല്ല പ്രൊഡക്ഷൻ ലഭ്യമാകുന്ന ഒരു ഫാക്ടറിയാണ്. ഇത് പോളിഷിംഗ് പ്രോസസ്സിലേക്കാണ്. കട്ട് ചെയ്ത് വന്നതിന് ശേഷം അടുത്തത് പോളിഷിംഗ് പ്രോസസ്സാണ്. പോളിഷിംഗ് ചെയ്യുന്നതിന് മുമ്പ് പോളിഷിംഗ് മെഷീനിലേക്ക് കടത്തുമ്പോൾ തന്നെ ആ മെഷീനിൽ ഒരു 14 ഇഞ്ചിൻ്റെ എഡ്ജ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ആ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്ലാബിൻ്റെ സൈഡ് ഡ്രസ്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സൈഡ് ഡ്രസ്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോളിഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് കടന്ന് പിന്നെ പോളിഷിംഗ് പ്രോസസ്സാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പം കരിംനഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഏറ്റവും അഡ്വാൻറ്റേജുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് 22 ഹെഡുള്ള മെഷീനാണ്. സാധാരണഗതിയിൽ എല്ലാ പ്ലാന്റുകളിലും ഉപയോഗിക്കുന്നത് 12 അല്ലെങ്കിൽ 18 ഹെഡുള്ള പോളിഷിംഗ് മെഷീനാണ്. ഇവിടെ 22 ഹെഡാണ് ഈ മെഷീൻ്റെ പോളിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഹെഡുകൾ. അതായത് 15 HP-യുടെ 22 മോട്ടറുകളാണ് ഈ മെഷീന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലെപ്പോത്ര ആയാലും പോളിഷിംഗ് ആയാലും വളരെ മികച്ച ഫിനിഷിങ് നമുക്ക് ലഭിക്കുന്നു. സാധാരണ 22 ഹെഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഗ്യാങ്സോ സ്ലാബുകളിൽ മാത്രമാണ് 22 ഹെഡ് മെഷീൻ ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്യുന്നത്. അതേ സംവിധാനം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെപ്പോത്ര ആയാലും ലെതർ ആയാലും പോളിഷിംഗ് ആയാലും വളരെ മികച്ച ഫിനിഷിങ്ങുകൾ നമുക്ക് ലഭിക്കുന്നു. ഇതൊരു ചൈനീസ് മെഷീനാണ്. ചൈനയിൽ നിന്ന് ഇവർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകളിൽ ഒന്നാണ് ഈ മെഷീൻ. ഹുവാൻജിൻ എന്നാണ് ഈ മെഷീൻ്റെ കമ്പനിയുടെ പേര്. അവരുടെയാണ് ഈ മെഷീൻ. വളരെ മികച്ച ഫിനിഷിംഗ് ലഭിക്കുന്ന ഒരു വളരെ മികച്ച മെഷീനാണിത്. ഇതിപ്പോൾ ആ മെഷീൻ്റെ ഉൾവശമാണ്. ഇത് പോളിഷിംഗ് ബെഡാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു മെഷീനാണിത്. ഈ മേളിൽ കാണുന്നതാണ് മോട്ടർ. ഇത് 15 HP-യുടെ മോട്ടറാണ്. ഈ 15 HP-യുടെ 22 മോട്ടറുകളാണ് ഈ മെഷീൻ്റെ പ്രവർത്തനത്തിന് സഹായകരമായിട്ടുള്ളത്. മെഷീനുകളുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പോളിഷിംഗ് ആയാലും ലെപ്പോത്ര ആയാലും വളരെ മികച്ച ഫിനിഷിംഗ് നമുക്ക് ലഭിക്കുന്നു. നല്ല ഡെപ്തും നല്ല ഫിനിഷിങ്ങും ഉള്ള ലെപ്പോത്ര ഫിനിഷ് ഇവർക്ക് ഈസി ആയിട്ട് ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മെഷീൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് ഈ മെഷീൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രഷർ നൽകുന്ന കംപ്രസറുകളാണ്. ഈ മെഷീന് ആവശ്യമായിട്ടുള്ള പ്രഷർ ലഭിക്കുന്ന കംപ്രസർ മെഷീനുകളാണ് ഈ കാണുന്നത്. ഇതാണ് ലെപ്പോത്ര ഫിനിഷിന് ഉപയോഗിക്കുന്ന ബ്രിക്സ്. ഇത് പോളിത്തീനും പ്ലാസ്റ്റിക്കും ചേർന്നെടുത്ത വളരെ ഹാർഡായിട്ടുള്ള ഒരു ബ്രിക്കാണ്. ഈ ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് പോളിഷ്, അതായത് നമ്മൾ ലെപ്പോത്ര ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഈ ബ്രിക്കാണ് അതിനുപയോഗിക്കുന്നത്. ലെപ്പോത്ര ഫിനിഷിങ്ങിൻ്റെ ബ്രിക്കാണ് ഈ നിങ്ങൾ കാണുന്നത്. ലെപ്പോത്ര ഫിനിഷ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പോളിഷിംഗ് പ്രോസസ്സാണ് ലെപ്പോത്ര. ഗ്രാനൈറ്റിൽ വളരെയധികം ഫിനിഷുകളുണ്ട്. ലെതർ, ലെപ്പോത്ര, വാട്ടർ ജെറ്റ്, ഹോണ്ട്, ഫ്ലെയിംഡ്, അങ്ങനെ ഒരുപാട് ഫിനിഷുകളുണ്ട്. ഇതിപ്പോൾ ഈ മെഷീൻ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ലെപ്പോത്ര ഫിനിഷ് സ്ലാബിൻ്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ചറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നല്ല ഡെപ്തും നല്ല ഫിനിഷിങ്ങും ഈ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. ഗ്രാനൈറ്റ്സ് വണ്ടർ വേൾഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.